പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ പാർട്ട് 3 ആണ് എന്നെടുക്കുന്നത്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് സിൻസും ഫോറും നമ്മൾ ഉപയോഗിച്ചാണ്. ഇവിടെ നമ്മൾ പാസ്റ്റിൽ ഒരു പോയിന്റിൽ തുടങ്ങിയിട്ട് അണ്ടിൽ നൗ ഇപ്പോൾ വരെ ഉള്ള സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇവിടെ സിൻസ് എന്ന് പറയുമ്പോൾ ഒരു കാലയളവ് മുതൽ, അതായത് ഇപ്പോൾ 2024 മുതൽ, ജാനുവരി മുതൽ, മെയ് മുതൽ, അങ്ങനെയൊക്കെ പറയുന്ന പോലെ. പിന്നെ ഫോർ എന്ന് പറയുന്നത് എന്താണ്? 5 ഡേയ്സ്, 5 ദിവസത്തോളം. 4 ഇയർ, ഒരു വർഷത്തോളം. അങ്ങനെ പറയാനാണ് നമ്മൾ ഫോർ ഉപയോഗിക്കുന്നത്. പിന്നെ ആദ്യമേ പറഞ്ഞ പോലെ, നമ്മൾ തുടക്കത്തിൽ ഈ ടെൻസിനെ കുറിച്ച് പറഞ്ഞ പോലെ, വെർബിൻ്റെ എപ്പോഴും തേർഡ് ഫോമായിരിക്കും പാസ്റ്റ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ സബ്ജക്റ്റ് പ്ലൂറലാണെങ്കിൽ ഹാവ്, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹാസ്. ഇത് നോക്കുക, ഐ ഹാവൻറ്റ് സീൻ യു. സി കാണുക, സി, സോ സി. ഐ ഹാവൻറ്റ് സീൻ യു, ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല. ഐ ഹാവൻറ്റ് സീൻ യു, ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല. സിൻസ് ക്രിസ്മസ് മുതൽ എന്താണ്? കണ്ടിട്ടില്ല, അത് ഇപ്പോഴാണ് കാണുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഫോറാണ് ഉപയോഗിക്കുന്നതെങ്കിലോ, ഫോർ 3 ഡേയ്സ്, 3 ദിവസങ്ങളായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഒന്നുകൂടി പറയാം, ഐ ഹാവൻറ്റ് സീൻ യു. ക്രിസ്മസ് ആണെങ്കിൽ സിൻസ് ക്രിസ്മസ് മുതൽ, 3 ഡേയ്സ് ആണെങ്കിൽ ഫോർ 3 ഡേയ്സ്, 3 ദിവസങ്ങൾ ആയിട്ട്. നെക്സ്റ്റ് നോക്കുക, വി ഹാവ് ബീൻ ഹിയർ. ഹാവ് ബീൻ ആയിരുന്നിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ട്. വി ഹാവ് ബീൻ ഹിയർ, ഞങ്ങളിവിടെ ആയിരുന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ട്, നിൽപ്പുണ്ട്, വെയിറ്റ് ചെയ്യുന്നുണ്ട്. സിൻസ് ജാനുവരി മുതൽ ഇവിടെ ഞങ്ങൾ താമസിക്കുന്നുണ്ട് എന്ന മീനിങ്ങിൽ. അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ വി ഹാവ് ബീൻ ഹിയർ ഫോർ ആൻ അവർ, ഒരു മണിക്കൂറോളമായിട്ട് ഞങ്ങളിവിടെ ഉണ്ട്, വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഷീ ഹാസിൻറ്റ് സ്പോക്കൺ ടു മീ, എന്നോട് സംസാരിച്ചിട്ടില്ല, അവൾ എന്നോട് സംസാരിച്ചിട്ടില്ല. സ്പീക്ക്, സ്പോക്കൺ. ഷീ ഹാസിൻറ്റ് സ്പോക്കൺ ടു മീ, അവൾ എന്നോട് സംസാരിച്ചിട്ടില്ല. ഇയർ വരും അറിയാലോ, സിൻസ് 2024 മുതൽ അവൾ എന്നോട് സംസാരിച്ചിട്ടില്ല. ഇനിയിപ്പോൾ എ ലോങ് ടൈം എന്ന് പറയുമ്പോൾ വളരെ കാലം, അപ്പോൾ വളരെ കാലത്തോളമായിട്ടെന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഫോറിന് ഉപയോഗിക്കേണ്ടി വരും. ഷീ ഹാസിൻറ്റ് സ്പോക്കൺ ടു മീ ഫോർ എ ലോങ് ടൈം, ഒരുപാട് കാലമായിട്ട് അവൾ എന്നോട് സംസാരിച്ചിട്ടില്ല. ഇത് നോക്കുക, നോബഡി ഹാസ് റിട്ടൺ ടു മീ, ആരും എനിക്ക് എഴുതിയിട്ടില്ല. ഇവിടെ നോബഡിയിൽ നോ ഉള്ളതുകൊണ്ട് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഹാസിൻ്റെ ഇവിടെ നെഗറ്റീവ് ചേർക്കേണ്ട ആവശ്യമില്ല. നോബഡി ഹാസ് റിട്ടൺ ടു മീ, ആരും എനിക്ക് എഴുതിയിട്ടില്ല. ഫോർ മെനി വീക്സ്, ഒരുപാട് ആഴ്ചകളായിട്ടെന്നാണ് എനിക്കാരും എഴുതിയിട്ടില്ല. മൈ ബർത്ത്ഡേ ആകുമ്പോൾ നമുക്കതിനെ സൂട്ടാകുന്നത് സിൻസാണ്. സിൻസ് മൈ ബർത്ത്ഡേ, എൻ്റെ ബർത്ത്ഡേ മുതൽ എനിക്കാരും എഴുതിയിട്ടില്ല. നോക്കുക, യു ഹാവ് ഇവിടെ ഷോർട്ടാക്കിയിട്ട് നമ്മളെന്താണ് യു ആസ്ക്ഡ് മീ. നമ്മൾ യു ഹാവ് എന്നുള്ളത് നമ്മൾ ഇങ്ങനെ കൺട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ യു ആക്കുമ്പോൾ ഇത് നമ്മൾ യു എന്നാണ് പറയുന്നത്. പക്ഷേ മിക്കപ്പോഴും നമ്മൾ കേൾക്കുന്നത് യു എന്ന് മാത്രമേ കേൾക്കുള്ളൂ നമ്മൾ പുറത്തേക്ക്. പക്ഷേ അവിടെ വ് പറയുന്നുണ്ട്. ഞാനിപ്പോൾ അത് വ് പറഞ്ഞ്, യു ആസ്ക്ഡ് മീ ദ സെയിം ക്വസ്റ്റ്യൻ എവറി ഡേ. എല്ലാ ദിവസവും എന്താണ്? ഇതേ ചോദ്യം തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ബിഗിനിങ് ഓഫ് ദ ഇയർ, അപ്പോൾ ഇവിടെ സിൻസാണ് സൂട്ടാവുന്നത്. സിൻസ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ, വർഷത്തിൻ്റെ തുടക്കം മുതൽ എന്താണ്? യു ആസ്ക്ഡ് മീ ദ സെയിം ക്വസ്റ്റ്യൻ എവറി ഡേ, എല്ലാ ദിവസവും എന്നോട് ഇതേ ചോദ്യം തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഫോർ നൈറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ പീരീഡ് ഓഫ് 2 വീക്സ് ആണ്, 2 ആഴ്ച. അപ്പോൾ ഫോർ ദ ലാസ്റ്റ് ഫോർ നൈറ്റ്, കഴിഞ്ഞ 2 ആഴ്ചയോളമായിട്ട് എന്താണ്? യു ആസ്ക്ഡ് മീ ദ സെയിം ക്വസ്റ്റ്യൻ എവറി ഡേ. നമുക്ക് കുറച്ച് സെൻറ്റൻസ് കൂടി നമുക്ക് എഴുതാം, ഒന്നുകൂടി ഇത് കൂടുതൽ വ്യക്തമാകാൻ വേണ്ടി. സെൻറ്റൻസുകൾ നോക്കുക. വെയർ ധരിക്കുക എന്നാണ്, വസ്ത്രം ധരിക്കുക. വെയർ, വോർ, വോൺ. ഷീ ഹാസ് വോൺ ദ സെയിം ഓൾഡ് ഡ്രസ്സ്, അതേ ഓൾഡ് ഡ്രസ്സാണ് ധരിച്ചിട്ടുള്ളത്. അറ്റ്ലീസ്റ്റ് എ മന്ത്, അപ്പോൾ ഇവിടെ സിൻസ് വരുമോ ഫോർ വരുമോ?
ഫോർ അറ്റ് ലീസ്റ്റ് എ മന്ത്, ചുരുങ്ങിയത് ഒരു മാസമായിട്ട് എന്താണ് ഷി ഹാസ് വോൺ ദ സെയിം ഓൾഡ് ഡ്രസ്സ്. ഇപ്പോൾ സിൻസ് വെച്ചാണെങ്കിൽ ഷി ഹാസ് വോൺ ദ സെയിം ഓൾഡ് ഡ്രസ്സ് സിൻസ് ദ ബിഗിനിങ് ഓഫ് ദ മന്ത്. മാസത്തിൻ്റെ തുടക്കം മുതൽ എന്താണ് ഷി ഹാസ് വോൺ ദ സെയിം ഓൾഡ് ഡ്രസ്സ്. നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കുക. ഐ ഹാവിൻ്റെ റിഡൻ. റൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈസിക്കിൾ, ബൈക്ക് അങ്ങനെയുള്ളത് നമ്മൾ ഓടിക്കുന്നതിനാണ് നമ്മൾ റൈഡ് എന്ന് പറയുന്നത്. കാറ് അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ നമ്മൾ ഡ്രൈവ് എന്ന് പറയും. റൈഡ്, റോഡ്, റിഡൻ. ഐ ഹാവിൻ്റെ റിഡൻ എ ബൈസിക്കിൾ. ഞാനൊരു ബൈസിക്കിൾ എന്താണ് ഞാൻ റൈഡ് ചെയ്തിട്ടില്ല. ഇയേഴ്സ് ആകുമ്പോൾ 4 years, വർഷങ്ങളായിട്ടെന്നാണ് ഒരു ബൈസിക്കിൾ ഞാൻ റൈഡ് ചെയ്തിട്ടില്ല. മൈ ചൈൽഡ്ഹുഡ് ആകുമ്പോൾ സിൻസ് മൈ ചൈൽഡ്ഹുഡ്, എൻ്റെ ചൈൽഡ്ഹുഡ് മുതൽ എന്താണ് കുട്ടിക്കാലം മുതൽ ഞാൻ ഒരു ബൈസിക്കിൾ ഞാൻ റൈഡ് ചെയ്തിട്ടില്ല. ഇനി റെയിൻ എന്ന് പറഞ്ഞാൽ മഴയാണ്, കൂടാതെ മഴ പെയ്യുക എന്നും പറയും. പക്ഷേ മഴ പെയ്യുക എന്നുള്ള അർത്ഥത്തിൽ ആ വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിന് മുമ്പ് ഒരു ഇറ്റ് ചേർക്കും. അപ്പോൾ ഇറ്റ് റെയിൻഡ് എന്ന് പറഞ്ഞാൽ മഴ പെയ്തു എന്നാണ്. അപ്പോൾ റെയിൻ്റെ വെർബ് പാറ്റേൺ റെയിൻ V1 ED ചേർത്താൽ റെയിൻഡ് V2 ED ചേർത്താൽ തന്നെ എന്താണ് V3 ED ചേർത്താൽ തന്നെ മതി. അപ്പോൾ റെയിൻഡാണ് അതിൻ്റെ വെർബ് പാറ്റേൺ. ഇറ്റ് ഹാസിൻ്റെ റെയിൻഡ് ഹിയർ. ഇവിടെ മഴ പെയ്തിട്ടില്ല. മോർ ദാൻ എ മന്ത്. അപ്പോൾ ഫോർ മോർ ദാൻ എ മന്ത്, ഒരു മാസത്തിലധികമായിട്ട് എന്താണ് ഇവിടെ മഴ പെയ്തിട്ടില്ല. മാർച്ച് ഒരു മന്ത് വരുന്നതുകൊണ്ട് സിൻസ് നമുക്കവിടെ സൂട്ടാവുള്ളൂ. സിൻസ് മാർച്ച് മുതൽ ഇവിടെ മഴ പെയ്തിട്ടില്ല. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലെ ഈ പാർട്ട് 3 വ്യക്തമായിട്ട് മനസ്സായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ പാർട്ട് 2ഉം പാർട്ട് 1ഉം. അപ്പോൾ നമുക്ക് അടുത്ത ലെസണിൽ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എടുക്കാം. അതുവരെ ഗുഡ് ബൈ.